തെരഞ്ഞെടുപ്പിന് മുമ്പ് മലപ്പുറത്തും കോഴിക്കോട്ടും യുദ്ധവിരുദ്ധ റാലികളും സദസ്സുകളും സംഘടിപ്പിക്കാൻ മത്സരിച്ചവർ എവിടെ പോയി ഇന്ന് രാജ്യവും ലോകവും ആഗ്രഹിക്കുന്നത് യുദ്ധവിരുദ്ധ റാലികളാണ്. ലോകത്താകമാനം പലസ്തീൻ ജനതയോടൊപ്പം ഐക്യദാർഢ്യപ്പെടുന്ന സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഇന്ന് നാട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വേളയിലും അന്നും അവർക്ക് കൊടുത്ത ഒരു മറുപടിയുണ്ട്, ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന മറുപടിയും. ഞാൻ അവരോട് പറഞ്ഞത് SFI-കാരനാണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ലോകത്തെവിടെയെങ്കിലും മനുഷ്യരെ വേട്ടയാടുന്ന സാഹചര്യമുണ്ടായാൽ, സാമ്രാജ്യത്വത്തിന്റെ അക്രമമുണ്ടായാൽ അതിനെതിരെ ഏത് കോണിൽ നിന്നും പ്രതികരിക്കുന്നവരാകും SFI എന്നുള്ളതാണ്. ഞാൻ അവരുടെ മുമ്പിൽ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് ഞാൻ അതിവിടെയും സൂചിപ്പിക്കുകയാണ്. ഡൽഹിയിൽ നമ്മുടെ രാജ്യത്തുടനീളം ഞാൻ സൂചിപ്പിച്ചതുപോലെ പലസ്തീനോടൊപ്പമല്ല ഇസ്രായേലിനോടൊപ്പമാണ് രാജ്യം നിൽക്കേണ്ടത് എന്ന പൊതുബോധം രാജ്യത്തുടനീളം സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലും BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റും മറ്റു സംഘടനകളും പരിവാർ സംഘടനകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന വേളയിൽ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് പോലും, ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് പോലും ഒരു വേള ഒന്ന് അമാന്തിച്ചു, ഒന്ന് പതുങ്ങി. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് തന്നെ ചെറുപ്പക്കാർക്ക്, യുവജനങ്ങൾക്ക്, യുദ്ധവിരുദ്ധ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് SFI-യുടെ ഒരു പ്രകടനമുണ്ടായിരുന്നു. എവിടേക്കെന്നറിയുമോ? ഇസ്രായേലിന്റെ ആസ്ഥാനത്തേക്ക്, എംബസിയിലേക്ക് ഇന്ത്യയിൽ ആദ്യമായി മാർച്ച് നടത്തിയ ഒരു പ്രസ്ഥാനം SFI-ആണ്. ആ SFI ആയിരുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നവരോട് പറഞ്ഞു. അത് ഇന്ന് വന്ന് പറയുന്നതല്ല, നേരത്തെ പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ, രാജ്യത്തിന്റെ പൊതുബോധത്തിനെതിരെ ശരിവെടുത്തി പിടിക്കാൻ ഈ രാജ്യത്ത് മറ്റേത് സംഘടനയായിരുന്നു പ്രിയമുള്ളവരെ ഉണ്ടായിരുന്നില്ല.